അളവ് കുറഞ്ഞിട്ടാണെങ്കിൽ ഒരു നാൾ ട്രൈ ചെയ്യുക. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആയതുകൊണ്ട് മാത്രം പറയാണ്. അവൻ ചേച്ചി ഞാൻ പുകഴ്ത്തി പറയല്ല. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് ടേസ്റ്റി കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ബീട്രൂട്ട് ചോക്ലേറ്റ് ഗണാഷ് കേക്കാണ്. എഗ്ലെസ് ചോക്ലേറ്റ് കേക്കാണ്. അത് നമുക്ക് എങ്ങനെയാണ് വീഡിയോ കണ്ടുവരാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പൊ ഞാനിതാ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കുക്കറിലിട്ട് 3 വിസിൽ വരുത്തി വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് നല്ലതുപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അതാ നമ്മുടെ ബീട്രൂട്ട് പ്യൂറി റെഡി ആയിട്ടുണ്ട്. എന്ന് ഞാൻ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. എന്നതിന് ശേഷം നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ബീട്രൂട്ട് കഷ്ണമായിട്ട് കിടക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതാ എനിക്ക് കുറച്ചുകൂടെ കിട്ടുന്നുണ്ട്, അതുകൂടെ ഞാനൊന്ന് മാറ്റി വെക്കട്ടെ. ഇനി ഇതിലോട്ട് നമുക്ക് ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ബട്ടറാണ്. ഒരു 60 ml ബട്ടർ. അതല്ല നിങ്ങൾക്ക് ബട്ടർ വേണ്ടാണെങ്കിൽ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യരുത്. ഇതൊന്ന് നമുക്ക് ആദ്യം തന്നെ ബീട്രൂട്ടിന്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. ബീട്രൂട്ട് നിങ്ങൾക്ക് ബീട്രൂട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ഈ ഒരു സ്റ്റേജ് മാത്രം നമുക്കൊന്ന് സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നതിന് ശേഷം ഞാനിവിടെ ആഡ് ചെയ്യുന്നത് തൈരാണ്. തൈരാണ് നമ്മളുടെ കേക്ക് ഒന്ന് സോഫ്റ്റൻ ചെയ്യുന്നത്. നമ്മൾ എഗ്ഗിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് തൈര്. അത് ഞാൻ 60 ml എടുത്തിട്ടുണ്ട്. നമ്മുടെ 125 ml ഹാഫ് ഗ്ലാസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ 60 ml എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കിനി പഞ്ചസാര ഞാനിവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. 200 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് പൊടിച്ചു വെച്ചതാണ്. മുഴുവനായിട്ടുള്ള ഷുഗറാണ് പൊടിച്ചത്, 200 ഗ്രാം. എന്നിട്ടാണ് നമ്മൾ പൊടിച്ചത് എടുക്കുന്നത്. അപ്പൊ 200 ഗ്രാം പഞ്ചസാര എടുത്തിട്ട് പൊടിക്കാൻ വേണം, എന്നാലേ നമുക്ക് ഈ ഒരു ടേസ്റ്റിൽ കിട്ടുള്ളൂ. ഇതൊന്ന് നമുക്ക് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് അതൊന്ന് ഒരുമിപ്പിച്ചു കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ ഇതായിട്ട് വരണം, മിക്സായി വരണം. ഇതിലോട്ട് നമുക്ക് ബീട്രൂട്ടിന്റെ ഫ്ലേവർ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ഒരു 4 തൊട്ട് 5 ഡ്രോപ്പ് വരെ ഒഴിച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് അതൊന്നും കൂടെ നമ്മളിവിടെ ഇട്ടിരിക്കുന്ന പഞ്ചസാരയൊക്കെ ഒന്ന് നല്ലതുപോലെ മിക്സായി വരണം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടാം. 250 ml ഞാൻ 1 കപ്പാണ് മൈദ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നമുക്ക് ചലിച്ചിട്ട് വേണം നമ്മളുടെ ബാറ്ററിലോട്ട് ചേർക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിൽ കട്ട കുത്താൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് നമുക്ക് ചലിച്ചിട്ട് നമ്മുടെ ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ആണ്. കൊക്കോ പൗഡർ നമുക്ക് ഒരു കളർ ഡിഫറൻസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ചോക്ലേറ്റ് ഗണാഷ് കേക്ക് ആയതുകൊണ്ട് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ. അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ. പിന്നെ ഒരു 2 നുള്ള് ഉപ്പ്. ഇത്രയുമാണ് നമുക്ക് ആവശ്യം. ഇതൊന്നും നമുക്ക് നല്ലതുപോലെ സീവ് ചെയ്ത് കൊണ്ടുവരാം. നല്ലതുപോലെ ഒന്ന് ചലിച്ചെടുത്തിട്ട് വരാം. അതിലെല്ലാം കട്ടയൊന്നും കഷ്ണമല്ല എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലംസ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. ഇത് കണ്ടോ, നമുക്ക് കുറച്ച് പൊടിയൊക്കെ കിട്ടുന്നുണ്ട്, അത് നമുക്ക് കളയാം. ഇനി ഇത് നമുക്ക് ഒരു ഫോർക്ക് എടുത്തിട്ട് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമായിട്ട് റൊട്ടേറ്റ് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരണം. നമ്മൾ പാൽ ഇനിയും യൂസ് ചെയ്തിട്ടില്ല, പാല് നമുക്ക് യൂസ് ചെയ്യാം, കുറച്ചുകൂടി കഴിയട്ടെ. ഇതൊന്ന് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊണ്ടുവരാം. മിക്സ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് തോന്നും കുറച്ച് കട്ടിയായിട്ട് തോന്നും.
നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്തതിനു ശേഷം പാലൊഴിച്ച് നമുക്ക് നമ്മളുടെ ബാറ്റർ നല്ലതുപോലെ ആക്കിയെടുത്തിട്ട് കൊണ്ടുവരാം. നമ്മുടെ ബാറ്ററിൽ നമ്മൾ ഒരു ഇഡ്ലി മാവില്ലേ, ആ ഒരു പരുവം എത്തുമ്പോൾ നമുക്ക് പാല് അങ്ങനെയാണ് നമ്മൾ ഒഴിച്ച് കൊണ്ടുവരേണ്ടത്. അപ്പൊ അതാ നമ്മുടെ കൺസിസ്റ്റൻസി കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഗ്രാജുവലി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പാലൊഴിച്ചു കൊടുക്കാം. നമുക്ക് എപ്പോഴാണോ നമ്മളുടെ ഇഡ്ലി ബാറ്ററിന്റെ പരുവം ആവുന്നത്, കൺസിസ്റ്റൻസി ആവുന്നത്, അതുവരെ നമുക്കിതൊന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊണ്ടുവരണം. ബാക്കിയുള്ള പാല് കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒന്നിച്ചും എല്ലാം കൂടെ ഒഴിക്കരുത്, മാത്രമേ നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. നമ്മളുടെ ഇഡ്ലി ബാറ്റർ അതിന്റെ ആ ഒരു പരുവം എത്തുമ്പോൾ നമുക്ക് നിർത്താം നമ്മളുടെ പാല് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതൊന്ന് റെഡി ആയിട്ടുണ്ട് കണ്ടോ, നമ്മുടെ ഇഡ്ലി ബാറ്ററിന്റെ കൺസിസ്റ്റൻസിയിൽ ആയിട്ടുണ്ട്. അപ്പൊ അതാ ഞാൻ ഈ ഒരു ടിന്നിലാണ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ആമസോണിൽ വാങ്ങിയതാണ് കേട്ടോ, ഈ ഒരു ടിന്ന. ഇനി ഇതിന്റെ ഉള്ളിലോട്ട് എൻ്റെ അടുത്ത് പാച്ച്മെന്റ് പേപ്പർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ഒരു A4 ഷീറ്റ് പേപ്പറിൽ ഞാൻ ഇതിന്റെ മുകളിലോട്ട് ഈ ടിന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കിതൊന്ന് പെൻസിൽ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ പാച്ച്മെന്റ് പേപ്പറിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണത്. അപ്പൊ അതാ കണ്ടോ, നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് അളവിന് കിട്ടിയിട്ടുണ്ട് കണ്ടോ, കറക്റ്റായിട്ട് ഇത് ഫിറ്റ് ആവുന്നുണ്ട്. ഇത് നമ്മൾക്ക് ഈ ഒരു ഷേപ്പിലായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടി വന്നത്. അതല്ല അപ്പോൾ സർക്കിളോ സ്ക്വയറോ ഒക്കെ ആണെങ്കിൽ നമുക്ക് വേറെ രീതികൾക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഇതായതുകൊണ്ടാണ്, ഈ ഒരു ഷേപ്പിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ അടിയിൽ വെച്ച് കട്ട് ചെയ്തിട്ട് ആക്കിയത് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ വെണ്ണയോ ബട്ടർ എന്തെങ്കിലും ഒന്ന് തൂക്കി കൊടുക്കാം. ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാതെ എല്ലാവിടെയും എത്തുന്നത് പോലെ നമുക്കതൊന്ന് ഗ്രീസ് ചെയ്യാം. എഡ്ജസിലൊക്കെ എത്തണം, അതുപോലെ നമ്മളുടെ സൈഡിലും എത്തണം. എന്നാലേ നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് വിട്ട് വരുള്ളൂ. അതെല്ലാം അവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് പേപ്പറിൽ നമുക്കിതൊന്ന് തേച്ച് കൊടുക്കണം. ഓയിലായാലും കുഴപ്പമില്ല, എന്താണെങ്കിലും നമുക്കൊന്ന് ശരിയായി വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഞാനിപ്പോൾ കുറച്ച് ബട്ടർ യൂസ് ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്താലും മതി, സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഏതാണോ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അത് തേച്ച് കൊടുത്താൽ മതി. വെളിച്ചെണ്ണ മാത്രം പാടില്ല എന്നേ ഉള്ളൂ. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഇത്തിരി മൈദ ഇട്ടിട്ടൊന്ന് നമുക്ക് ഡസ്റ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഇത് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മൈദ ഇട്ടിട്ട് എല്ലാവിടെയും ഒന്ന് സ്പ്രെഡ് ആക്കാം. എന്നതിന് ശേഷം നമുക്ക് എല്ലായിടത്തേക്കും എത്താവുന്നത് പോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ കേക്ക് അടിപ്പിടിക്കാതിരിക്കാനും പെട്ടെന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതാ കണ്ടോ, എക്സസ് ആയിട്ട് കുറച്ചുണ്ട്, അതൊന്ന് നമുക്ക് കളയാം. ഇനി നമുക്ക് കേക്ക് ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 2 ബാച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാനുള്ള ബാറ്റർ ഉണ്ട് നമ്മുടെ കയ്യില്. നിങ്ങൾക്ക് വേണമെങ്കിൽ അലുമിനിയം അല്ലെങ്കിൽ സ്റ്റീൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, കുക്കറിന്റെ ഉള്ളിലാവുന്നുണ്ട് കേട്ടോ. ഇതിലോട്ടൊന്ന് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇത്രയും ബാക്കിയുണ്ട് സ്പേസ്. അപ്പൊ ആ ഭാഗം നമുക്ക് ഇത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടത് കൊണ്ട് ഒന്ന് പൊങ്ങി വരും. അപ്പൊ നമുക്കതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം.
അതിൻ്റെ ഉള്ളിലത്തെ എന്തെങ്കിലും എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എന്നതിന് ശേഷം നമ്മളിത് എന്തെങ്കിലും ഒരു ഫോർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈർക്കലാണെങ്കിലും കുഴപ്പമില്ല, ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വരഞ്ഞു കൊടുത്താൽ ബാക്കിയുള്ള എയർ ബബിൾസ് കൂടെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു കുക്കറിൻ്റെ ഉള്ളിലോട്ടാണ് ഇറക്കി വെക്കാൻ പോകുന്നത്. ഇപ്പം ഇതാ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് ഇത് ഇത്രയേ ഉള്ള, ഞാൻ സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്ക് തോരനോ ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തയക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാത്രമാണിത്. അതൊന്ന് ഞാൻ കമത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ഇറക്കി കൊടുക്കാം. കൈയൊന്നും പൊള്ളാതെ വെക്കണം കേട്ടോ, എന്തോ എൻ്റെ ഭാഗ്യത്തിനൊന്നും പൊള്ളിയില്ല. ഇതൊന്ന് നമുക്ക് കുക്കറിൻ്റെ വാഷർ മാത്രം വെച്ചിട്ട് വിസിലില്ലാതെ ഏറ്റവും ലോ ഫ്ലെയിമിൽ തൊട്ടിട്ട് മീഡിയം ഫ്ലെയിം അതിൻ്റെ ഇടയിൽ, ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് 35 to 40 മിനിറ്റ്സ് ഒന്ന് ബേക്കായി വരട്ടെ, അപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് റെഡി ആയിരിക്കും. അപ്പം ഞാൻ 35 to 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വരാം. ഇപ്പം അതൊന്ന് 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അതിന് മുന്നേ ഞാൻ ഇവിടെ ഒരു പട്ടയുടെ ഈർക്കലെടുത്തിട്ട്, തെങ്ങിൻ്റെ ഈർക്കല, അതൊന്ന് വെച്ചിട്ടാണ് നമുക്കിതൊന്ന് കുത്തി നോക്കാൻ പോകുന്നത്. ഞാൻ അതാ നോക്കട്ടെ, ഇതവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതാ നമ്മുടെ കോല് മുഴുവനും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, എവിടെയും നമ്മളുടെ മാവ് നിൽക്കുന്നില്ല. അപ്പം നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്കിനി ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഇതിൻ്റെ ചൂടാറിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പം ഇതാ നമ്മുടെ കേക്ക് ഒരു ചെറിയൊരു ചൂടുണ്ട്, എന്നാലും ഞാനൊന്ന് സൈഡിൽ കൂടെ ഒന്ന് വരഞ്ഞു കൊടുക്കാൻ പോവാണ് കത്തി വെച്ചിട്ട്. നമ്മുടെ സൈഡൊക്കെ ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. ഇത് ചൂടാറിയിട്ട് ചെയ്താലും മതി. എനിക്കിനി ഇതുപോലെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച മാവ് ബാക്കി കുറച്ചുകൂടി ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റിലോട്ട് നമുക്കിതൊന്ന് കമത്തി ഇട്ട് കൊടുക്കാം. വേണ്ട, പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പേപ്പർ ഒന്ന് നമുക്ക് എടുത്തു മാറ്റാം. നമ്മൾ തൈര് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കേക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ മുട്ട തന്നെ യൂസ് ചെയ്യണം. ഇതൊന്ന് നമുക്ക് വേറൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇതൊന്ന് കമത്തിയിടാം. അപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലോട്ട് ഞാനൊരു പ്ലേറ്റ് വേറെ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് കമത്തിയിടാം. ഇതപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡിയാണ്. സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇതാ കണ്ടോ, കണ്ടോ, സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു കേക്കാണത്. ഇതപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതേ പാത്രത്തിൽ ഞാനിപ്പോൾ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഓയിലാണ് തേച്ച് കൊടുക്കാൻ പോകുന്നത്. നേരത്തെ ബട്ടറാണ് തേച്ചത്, ഇനി നമ്മൾ ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. സെയിം ഡബ്ബ എണ്ണയാണത്, കേക്ക് ടിൻ എണ്ണയാണത്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കേക്ക് ഒന്ന് പെട്ടെന്ന് ഇപ്പോൾ വിട്ട് വന്നതുപോലെ ഒന്ന് വിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് ബാക്കി കുറച്ച് മാവുണ്ട്, അതൊന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഞാൻ നേരത്തെ എടുത്ത കോല് മുകളിലൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുത്താൽ എന്തെങ്കിലും എയർ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊക്കോളും. ഇത് കണ്ടോ, എയർ ബബിൾസ് ഒക്കെ വരുന്നത് കണ്ടോ? അപ്പം അതൊക്കെ ഒന്ന് പോവാനായിട്ട് നമ്മൾ ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുത്താൽ, മുഴുവനായിട്ടും നമ്മളൊന്ന് ചെയ്ത് കൊടുത്താൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും. ഇതൊന്ന് നേരത്തെ ചെയ്തതുപോലെ തന്നെ കുക്കറിൻ്റെ ഉള്ളിലോട്ട് നമുക്കൊന്ന് ഇറക്കി വെക്കാം. ഇതൊരു 40 മിനിറ്റ്സ് കഴിയട്ടെ, ഒന്ന് ബേക്കായി വരട്ടെ. അപ്പം അതാ നമ്മുടെ അടുത്ത കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള അടുത്ത കേക്ക്. ഇതൊന്ന് നമുക്ക് സൈഡ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ പ്ലേറ്റിലോട്ടൊന്ന് കമത്തി കൊടുക്കാം. അതായത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പേപ്പർ ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ അതാ ഒരു പെർഫെക്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. എന്താ നോക്കിയേ, കണ്ടോ? നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന നല്ലൊരു കേക്കാണ്. ഇതൊന്ന് ഞാൻ ചോക്ലേറ്റ് ഗണാഷ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമുക്ക് ചെറുതായിട്ട് ഇവിടെ ഇടയ്ക്ക് ഒരു ഓട്ട ഇട്ട് കൊടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒന്ന് നല്ലതുപോലെ ഉള്ളിലോട്ട് ഇറങ്ങി പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ വേറെ കേക്കിലോട്ട് നമുക്ക് ചെയ്യാം. ഇത് കണ്ടോ, ഇത് നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. കണ്ടോ? ഇനി ഇത് നമുക്കൊന്ന് ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഓട്ടയാക്കി കൊടുത്താൽ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ നല്ലതുപോലെ ഉള്ളിലോട്ട് ഇറങ്ങി പോവും. നമ്മളുടെ ചോക്ലേറ്റ് ഗണാഷ് ഞാൻ ഇതിലോട്ട് ഇതങ്ങനെ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ തേക്കുന്നത്. ഇതുണ്ടാക്കി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടില്ല, അപ്പോഴത്തേക്കാണ് ഈ ഒരു സ്റ്റേജിൽ എത്തിയത് നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ്. അപ്പോൾ നമുക്ക് എല്ലാവിടെയും ഒന്ന് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. നമ്മൾക്ക് ശരിക്കും വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് ചോക്ലേറ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇതിലുള്ളതാണിത്. നമുക്കിനി ഇതിൽ സൈഡിലോട്ടൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമുക്കൊരു ടേൺ ടേബിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ എളുപ്പം കേട്ടോ. ഇനി നമുക്ക് വേറെ കേക്ക് ഇതിന്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ ബൗളിലുള്ള ചോക്ലേറ്റ് ഗണാഷ് ഇതിന്റെ മുകളിലോട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കേക്ക് ബാറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കുക്കറിലോട്ട് ഒഴിക്കാം. ഞാൻ നേരത്തെ ചെയ്തൊരു റെയിൻബോ കേക്കിന്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അതിൽ ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടൊക്കെ അത് തനിയെ വന്നോളും. ജസ്റ്റ് ഇങ്ങനെ പരത്തി കൊടുത്താൽ താഴോട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡായി വന്നോളൂ. അത് കണ്ടോ, നല്ലൊരു ഗ്ലേസിങ് ഉണ്ട് അല്ലേ അത്. ഈ ഗ്ലേസിങ് ബട്ടർ ഇട്ടത് കൊണ്ടാണ് ഇത്ര ഗ്ലേസിങ് വരുന്നത് നമ്മുടെ ചോക്ലേറ്റ് ഗണാഷില്. ഇതൊന്നും നമുക്കിനി ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ വെച്ചാൽ മതി. അതല്ല ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇവിടെ ഇപ്പോൾ കുട്ടികൾ അതിനൊന്നും സമ്മതിക്കില്ല, അതുകൊണ്ട് ഞാനിതിപ്പോൾ ഫ്രീസറിൽ ഒരു മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കുകയാണേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സൈഡിലായതൊക്കെ നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടൊന്ന് തുടച്ച് കളയാം.
ഇപ്പം ഇതാ ഇതിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചെറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഫുള്ളായിട്ടുള്ള ചെറി നമുക്ക് രണ്ടാക്കി വെക്കാം. ഇതൊന്നിനി ഞാൻ 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് വരാം. അപ്പം നമുക്കിതാന്ന് ഇത് ഒരു മണിക്കൂറോളം അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. തൊടുമ്പോൾ തന്നെ ഇത് ഉള്ളിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ നിന്ന് എനിക്കൊരു ഗസ്റ്റ് ഉണ്ട്. ആ ഗസ്റ്റിന് ഞാൻ കൊടുത്തിട്ട് ഇതൊന്ന് അഭിപ്രായം പറയാനായിട്ട് ഞാൻ വിളിച്ചതാണ്. ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കുന്നതിന്റെ ലിങ്ക് ഞാൻ താഴെ തരാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. കണ്ടോ, നമ്മളുടെ ഡബിൾ ലെയർ കേക്കാണ് ചോക്ലേറ്റ് ഗണാഷ്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. കണ്ടോ, ഇതൊന്ന് ഞാൻ എൻ്റെ ഗസ്റ്റിനെ കൊടുക്കാൻ പോവാണ്. ഞാൻ ഇതിനു മുമ്പും ചോക്ലേറ്റ് ഗണേഷ് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. കേക്ക് വളരെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ആൾ തന്നെയാണ് ഞാനത് കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം. സത്യസന്ധമായിരിക്കും ചേച്ചി. സത്യസന്ധമായിട്ട് പറയാണ്. കാരണം ഞാൻ കഴിച്ചതിനെ കണ്ട ഒരു വെറൈറ്റി എനിക്കിത് ഫീൽ ചെയ്യുന്നുണ്ട് ചേച്ചി ഉണ്ടാക്കിയതിൽ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യണം. ഒരു തവണയെങ്കിലും, അത് ചെറുതാണെങ്കിലും അളവ് കുറഞ്ഞിട്ടാണെങ്കിൽ ഒരു നാൾ ട്രൈ ചെയ്യണം. അത്രയ്ക്ക് ടേസ്റ്റ് ആയതുകൊണ്ട് മാത്രം പറയാണ്. അവൻ ചേച്ചി ഞാൻ പുകഴ്ത്തി പറയല്ല. ഇറ്റ്സ് റിയലി ടേസ്റ്റ്. ഞാനും ട്രൈ ചെയ്യുന്നുണ്ട്. തീർച്ചയായും ട്രൈ ചെയ്യൂ കേട്ടോ. താങ്ക് യു ചേച്ചി. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും, അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ പിടിച്ചൊന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.